ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വിറകടുപ്പിൽ തീ പിടിപ്പിക്കാനായിട്ട് പാടുപെടുന്നവരുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ മണ്ണെണ്ണയൊക്കെ കിട്ടാത്ത സാഹചര്യത്തിൽ വിറകിൽ നമുക്ക് എളുപ്പത്തിന് ഈ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് തീ പിടിപ്പിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ കടയിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ നിങ്ങൾക്കും കൂടെ വീഡിയോയിലൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ വിറകടുപ്പിലൊക്കെ തീ കത്തിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ മണ്ണെണ്ണയൊക്കെ കിട്ടാത്ത സാഹചര്യത്തിൽ ഇത് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിന് തീ കത്തിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്കിവിടെ ഇതിന് റേറ്റ് വന്നിരിക്കുന്നത് 20 രൂപയാണ്. അതുപോലെ തന്നെ ഈ ഒരു പാക്കറ്റിൻ്റെ മുകളിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഉൽപ്പന്നം മറ്റേതെങ്കിലും വിധത്തിലോ പേരിലോ ഉണ്ടാക്കുകയോ വിപണനം നടത്തുകയോ ചെയ്യുന്നത് ഇന്ത്യൻ പേയ്മെൻറ്റ് നിയമപ്രകാരം ശിക്ഷാർഹമായിരിക്കുമെന്ന് ഈ ഒരു പാക്കറ്റിൻ്റെ മുകളിലായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പൊട്ടിച്ചിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് പ്രത്യേകിച്ച് ഇതിൽ എനിക്ക് തോന്നുന്നു മെഴുകിൻ്റെ ആ ഒരു മെഴുക് പോലെയാണ് കേട്ടോ എനിക്കിത് തൊട്ട് നോക്കിയപ്പോൾ തോന്നിയത്. അതായത് തിരിയിൽ മെഴുക് ഉരുക്കി ഒഴിച്ചിരിക്കുന്ന പോലെയാണ് തോന്നിയത്. പ്രത്യേകിച്ച് ഒട്ടലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പം അധികം നനവ് പറ്റാതെ ഇത് സൂക്ഷിക്കണം എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതുപോലെയാണ് ഇവിടെ പാക്കിങ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ മണ്ണെണ്ണയൊക്കെ കിട്ടാത്ത സാഹചര്യത്തിൽ രാവിലെയൊക്കെ എണീറ്റ് വിറക് കത്തിക്കാൻ പാടുപെടുന്നവരുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് കത്രിക വെച്ചിട്ട് മുറിച്ചിട്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തീ കത്തിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ച് അപകടമോ കാര്യങ്ങളോ ഒന്നും ഇത് മൂലം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിത് കത്തിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് വിറകിൽ എളുപ്പത്തിന് തീ പിടിപ്പിച്ചെടുക്കാമെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ ഒരു അടുപ്പിൽ കൊതുമ്പും തൊണ്ടും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് കുറച്ച് മുറിച്ചിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതിനകത്തൊന്ന് തീ പിടിപ്പിച്ച് നോക്കാം. ഞാനിവിടെ അടുപ്പ് എരിക്കാറില്ല കേട്ടോ, സ്റ്റൗവിനകത്താണ് പരിപാലനമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് കണ്ടപ്പോൾ നിങ്ങൾക്ക് കാണിക്കാനായിട്ടൊന്ന് കാണിച്ചു തരുന്നു മാത്രം. അപ്പോൾ നമുക്കൊരു പേപ്പറിൽ തീ കൊളുത്തിയിട്ട് ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഒരു പേപ്പറിൽ തീ കൊളുത്തിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഈ ഇതിൽ കത്തിക്കുന്ന തീ നമുക്ക് ആ കൊതുമ്പിൽ പിടിച്ചു വരുന്നുണ്ടോ എന്ന് നോക്കാമല്ലോ. പേപ്പർ അന്നേരം തന്നെ കത്തി തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ തിരിയിലോട്ട് തീ ഇതുപോലെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ നിന്ന് കത്തുന്നുണ്ട് കേട്ടോ. അത് കൊതുമ്പിനകത്തോട്ട് നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ നിന്ന് കത്തുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ വിറകിനകത്തോട്ട് നല്ലതുപോലെ തീ പിടിച്ച് വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ എനിക്ക് ഇതൊരു പുതിയൊരു അറിവാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. ഇത് വിറക് കത്തിക്കാൻ മാത്രമല്ല, അത്യാവശ്യം നമുക്ക് വേസ്റ്റ് കത്തിക്കാനും എല്ലാം ഉപകരിക്കും കേട്ടോ. ഈ മഴക്കാലത്തൊക്കെ പ്രത്യേകിച്ച് നമുക്ക് വീട്ടമ്മമാർക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.